ഹലോ! അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ്. നമുക്ക് ഈ വീക്കെൻഡ് നമ്മൾ ജസ്റ്റ് പിള്ളേരെയൊക്കെ കൊണ്ട് ഒരു ഇൻഡോർ ഗെയിംസിന് പോവാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ചധികമായി. ഞങ്ങൾ ലാസ്റ്റ് വെക്കേഷൻ ടൈമിൽ ടൂൺടോപ്പിയയിൽ പോയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ, ചാലക്കുടി ഉള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇവിടെ ചീരാച്ചിയിലുള്ള ടോക്കിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവർക്കിവിടെ പ്ലേ ഏരിയ കൂടാതെ നമുക്ക് ഇവൻറ്റ്സ് ഒക്കെ നടത്താൻ പറ്റിയ രീതിക്കുള്ള ഒരു ഹാള് വേറെ ഉണ്ട്. വീക്കെൻഡ്സിൽ ഇവർ രാവിലെ 10 മണി തൊട്ട് രാത്രി 10 മണി വരെ അവൈലബിൾ ആണ്. ഒരു കുട്ടിക്ക് 350 രൂപയാണ് 2 മണിക്കൂറിന് എൻട്രി ഫീസ്. 1 തൊട്ട് 8 വയസ്സ് വരെയുള്ള കുട്ടികളെയുണ്ട് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണേ. കുട്ടികൾ എന്തായാലും സോക്സ് നിർബന്ധമാണ് ഇവിടെ കളിക്കാനായിട്ട്. ഇവിടെ ഇങ്ങനെ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നാൽ തന്നെ പാരൻസിന് കുട്ടികൾ എവിടെയാണ് എന്താണ് എന്താ ചെയ്യണമെന്നൊക്കെ കാണാൻ പറ്റും. ഇനി അഥവാ നമ്മൾ വല്ല വർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് അതിലേക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം. ഇവിടെ പിള്ളേരെ നോക്കാനായിട്ട് ഇവരുടെ തന്നെ സ്റ്റാഫും ഉണ്ട്. നല്ല രീതിക്ക് അവർ കുട്ടികളെ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ടൂൺടോപ്പിയായിട്ട് നമുക്ക് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. രണ്ടും രണ്ട് രീതിക്ക് സെറ്റപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ എനിക്ക് എന്തോ കുറച്ചുകൂടിയും ഇഷ്ടപ്പെട്ടു. പിള്ളേർക്ക് പല രീതിക്കുള്ള ആക്ടിവിറ്റി ഉണ്ട്. അതിൽ മെയിനാണ് കേട്ടോ ഈ സാൻഡ് ആക്ടിവിറ്റി. ഇത് ആക്ച്വലി സാൻഡ് അല്ല, പക്ഷേ ശരിക്കും അവർക്ക് ആ മണ്ണിൽ കളിച്ചൊരു ഫീലും കിട്ടും. അവർ നല്ല രീതിക്ക് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ആക്ടിവിറ്റീസ് അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇവർക്ക് ഓടിക്കളിക്കാൻ ഇഷ്ടം പോലെ സ്പേസ് അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ പിള്ളേരുടെയൊക്കെ എനർജി ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് ആണിത്. ഇനി കൂടെ വരുന്ന പാരൻസിനെ എൻജോയ് ചെയ്യാനായിട്ട് ഇവർ ചെറിയൊരു റീഡിംഗ് കോർണർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ഗെയിംസും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടി റിഫ്രഷ്മെൻറ്റ് ഏരിയയും അവിടെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ 2 മണിക്കൂർ ഇവരെന്ത് ചെയ്യും ഇവിടെ നിന്ന് ആലോചിച്ചിരുന്നിട്ട് 2 മണിക്കൂർ പോയത് അറിഞ്ഞില്ല എന്ന് വേണം പറയാൻ. എന്തുകൊണ്ടോ എനിക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ അങ്ങനെ യൂട്യൂബിലോ ഒന്നും നോക്കിയിട്ട് ഇതിനെപ്പറ്റി നല്ലൊരു റിവ്യൂസോ ഇതൊന്നും അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ മാപ്പിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂസ് ഉണ്ട്. എന്തായാലും എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ അടുത്തുള്ളവർ എന്തായാലും ഇതൊന്ന് വിസിറ്റ് ചെയ്യണേ.